മോഡറേറ്റർ സാറിൽ അവന്റെ അക്കൗണ്ട് ഇതൊന്ന് പിൻ ചെയ്യും. വെൽക്കം ബാക്ക് ഓജി. വെൽക്കം ബാക്ക്. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓ സോറി, വെൽക്കം, ഐ ആം ബാക്ക്. ലെറ്റ്സ് ഗോ. വണ്ടിക്കകത്ത് ഞാൻ കോച്ചിന് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ഗിഫ്റ്റ്. കോച്ചിന് ടേക്ക് കെയർ ചെയ്യണം. ഇല്ല ഇത് ഇറക്കിട്ട് ഇപ്പൊ 1 വർഷമായില്ലേ? 1 വർഷമായോ? പിന്നെ ഇല്ല ഇത് ഇറക്കിട്ട് ഇപ്പൊ 1 വർഷമായില്ലേ? 1 വർഷമായോ? പിന്നെ പക്ഷെ തീർത്തല്ലേ? ഇതിന്റെ കടം ഫുള്ള് തീർന്നതാണല്ലോ. അതൊക്കെ തീർന്നു. അതറിയാം, മുണ്ടല്ലേ എടുത്തിരിക്കുന്നേ നോക്കിയേ. പക്ഷെ മള്ളി മള്ളി എനിക്കതല്ല പറയാനുള്ളത്. ഞാൻ ഒറ്റയ്ക്കല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ മള്ളി ഈ കമ്പാക്ക് അടിക്കാൻ ആരൊക്കെ ഉണ്ട് ടിവിയില്? ഇനി കമ്പാക്ക് അടിക്കാൻ പിത്തൽജി ആണോ? അല്ല, പിത്തൽജി ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എന്നാ മള്ളിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. പിത്തൽജിയുടെ ബോഡി മള്ളി നമുക്കത് തിരിച്ചു കിട്ടി. എന്റെ അമ്മോ, എന്റെ പൊന്നുകോ, ഇത് കിട്ടിയ കഥയൊന്നും ലോങ് സ്റ്റോറി. ഞാൻ വണ്ടി ഒന്ന് മാറോ? എവിടുന്ന് കിട്ടി? മുള്ളി കിട്ടിയത് തായ്ലൻഡിൽ നിന്നാണ്. അവിടുത്തെ ഒരു മ്യൂസിയം വെച്ചിരിക്കുന്നു മുള്ളി. ആ പൂച്ചയുടെ എന്തെങ്കിലും അറിവുണ്ടോ? മുള്ളി സംഭവില്ലേ, മരിച്ചത് എങ്ങനെയെന്നറിയാവോ? ഈ മ്യൂസിയത്തിൽ പോയപ്പോ അവിടെ വെച്ചിട്ട് പൂച്ചയ്ക്ക് വരാൻ പറ്റിയ ചെറിയ കടുവയില്ലേ, കറുത്ത കടുവ, അതിനടുത്ത് തോളിൽ വെച്ചതാ. ഈ സൈഡിലെ കഴുത്ത് കണ്ടോ? ഇല്ല. ഇതിപ്പോ ബോഡി എങ്ങനെ ഇത്ര നാൾ എങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട്? അതുകൊണ്ടാണ് അവർ മ്യൂസിയത്തിൽ വെച്ചത്. മുള്ളി ഈ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് പുഴുക്കാതെ കിടന്നില്ലേ? എത്താ പുഴുക്കുവോ? ശരിയാ, വല്ല വസ്തു തൊലിക്കട്ടില്ലേ മള്ളി? പിന്നല്ലേ വണ്ടി കയറുവാ, കൊണ്ടുപോ. ഞാൻ ഇതൊന്ന് എടാ സ്റ്റീവേ, യദു കൃഷ്ണ എന്ന് വെറുതെ സെർച്ച് ചെയ്ത ഒരുപാട് പേരുണ്ടാവൂടാ. എടാ യദു കൃഷ്ണ എന്ന് എഴുതാ ഒരുപാട് പേരുണ്ടാവൂടാ. ജസ്റ്റ് അവന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് ചോദിച്ചിട്ട്. അവന്റെ കറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഐഡി ഒന്ന് പറയോ? എല്ലാരും കേട്ടോ? എല്ലാരും ഗ്യാങ് ഹൗസ് വാ. നീല ചാറ്റ് ഇൻബോക്സ് നോക്കുന്നോ? DM നോക്കാം. അങ്ങനെ വരത്തില്ല ബ്രോ, അങ്ങനെ സെർച്ച് ചെയ്താൽ കാണിക്കത്തില്ല. എനിക്ക് കുറെ റിക്വസ്റ്റ് ഉണ്ട്. എല്ലാരും ഗ്യാങ് ഹൗസ് വാങ്ങ്. ഡെഡ് ബോഡി കൊണ്ട് മരിച്ചുപോയ ആൾക്കാർക്ക് സാധിക്കാൻ പറ്റാത്ത നമ്മള് മരിച്ചിട്ട് താഴ്ച കൊടുക്കണമെന്നാണ്. എന്താണ് ഇപ്പോ പിത്തൽജിക്ക് സാധിച്ചു കൊടുക്കാത്തത്? നമ്മൾ എന്തായിരുന്നു ഉള്ളത്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മള്ളി. ഇനിയിപ്പം ഈ സർച്ചിനെ കൂടി നമ്മൾ കുറച്ചുകൂടി കാണിച്ചൊക്കെ കൊടുക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും. ചന്ദ്രൻ വന്നിട്ടുണ്ടോ? ഇല്ല, അവനിപ്പോ അങ്ങനെ വരാറൊന്നും ഇല്ലടാ. അല്ല, ഉണ്ടായിരുന്നെങ്കിലേ ശവത്തിന് ജീവിച്ചിരിക്കുന്ന ശവം കൂട്ടായേനെ. ഇരുത്തായിരുന്നു. നിനക്കെന്താണ് അവനോട് ഇത്ര ശത്രുത? അവൻ വരാത്തോണ്ടാണ് പള്ളി. ഞാൻ വരുമെന്ന് പറഞ്ഞപ്പോട്ട് അവൻ വരൂല എന്ന് പറയുന്നത്. തരം മനുഷ്യന്മാരാണെന്ന് പറയണത് ദൈവമേ. തൽക്കാലം എലിയെ കിട്ടിയാലും മതി പള്ളി. അഡ്ജസ്റ്റ്. അവള് വരാറില്ല, അതല്ല, ഇതെല്ലാം ഒരേ അച്ചില് വാർത്തതാ. ഇപ്പൊ സിറ്റിയിൽ റെഗുലർ ആയിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ, പറയാതിരിക്കാൻ വയ്യ. എന്തൊരു വെള്ളത്തിടല്ലേ, മീൻ കൊത്തും. എടാ നമ്മടെ വണ്ടി തന്നെ പുറകെ വന്ന് ഇടിച്ചു തെറിപ്പിക്കാടാ. ഹലോ
അല്ല എന്റെ നമ്പർ ഇതൊന്ന് സേവ് ആക്കി വെക്കണേ. ആ നമ്പർ സേവ് ആക്കാം. എന്നെ വിളിക്കാതെ പോകരുത്, ഞാൻ വെയിറ്റിംഗ് അല്ല, ഡ്രസ് മാറ്റാൻ വന്നതാ. ആ ഞാൻ നിന്നെ വിളിച്ചിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ആ നിങ്ങളെ കുടുംബ വീട്ടിന്റെ ഉള്ളിൽ എന്റെ മയിൽവാഹനം ഉള്ളിലാക്കി. ഞാനാ ഞാനത് പോയി എടുക്കട്ടെ. ആ എടുത്തോ. എന്റെ കുട്ടിയായിട്ട് പോണേ. നിന്റെ കുട്ടിയായിട്ട് പോകണോ? നിനക്ക് കുട്ടി ഉണ്ടായി? അല്ല എന്റെ ബേബി ഇല്ല, അതുകൊണ്ട് ഞാൻ അണ്ണന്റെ കൂടെ വരുന്നേ. അണ്ണന്റെ കൂടെ വരുന്നേ. അപ്പൊ അണ്ണനെ വിളിക്കാൻ മറക്കരുത്. ഇല്ല ഞാൻ വിളിക്കാൻ മറക്കൂല. ഞാൻ മുതുക്കിടെ ഉണ്ടാവും. അല്ല ഓൾ ദ ബെസ്റ്റ്, അടിക്കണേ. ആ ബോഡി പോയോ? ഹലോ ബോഡി കാണാനില്ല. മുങ്ങിത്തപ്പ് വാ ഹലോ. ഇത് എവിടെ പോയി? ബാബു വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവാണോ ഇനി? ഈശ്വര ഇതെങ്ങനെ പൊങ്ങണേ? നീ എന്താ ചാടത്തെ കൂടെ എന്നിട്ട്? കരയിലും വെച്ച് മരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എടാ എന്തിനാണോ പുറകെ ഇടിച്ചത്? എന്ത് കഷ്ടപ്പെട്ടാണ് ആ ബോഡി ഒപ്പിച്ചതെന്ന് അറിയോ നിനക്ക്? അതെന്തായാലും മീൻ കൊട്ടാൻ പോണില്ല, കിട്ടണം. ഇപ്പൊ പൊങ്ങും. അണ്ണ ഞാൻ മനപ്പുറം ഇടിച്ചല്ല, അണ്ണ പെട്ടെന്ന് ബ്രേക്ക് ഇടിച്ചപ്പോ ബാക്ക് കൊണ്ട് ഇടിച്ചാണോ. പോണാ ഇതാര് ബൂത്തിന്ന് വിളിക്കുന്നേ? ഇത് പിത്തഞ്ചിയുടെ ബോഡി അല്ല. ഹലോ വേച്ചനെ പോടാ ഇറങ്ങാൻ കേട്ടാ. വെള്ളത്തിൽ പോകാൻ ചാൻസ് ഇല്ല മള്ളി. അറിയാവോ, വെള്ളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് മുന്നേ മൊത്തം മീനും ചാട്ട് പൊങ്ങിയേനെ. അത് ശരിയാ. വെള്ളത്തിലില്ല, കരയിൽ നോക്കാം. എടാ നിന്റെ തോളത്തിരിക്കുവല്ലായിരുന്നോ? അതെങ്ങനെ പോയി താഴെ? എനിക്കറിയില്ല മള്ളി. ഇനിയിപ്പം മരിച്ചെങ്കിലേ ആൾക്ക് റിഫ്ലക്സ് ഉള്ളതല്ലേ. എന്നാലും ഒരു വട്ടം ചത്ത ആളെ വീണ്ടും വെള്ളത്തിൽ മുക്കി കൊന്നല്ലോ നീ. വന്ന പടി ഓക്കെ വന്ന വഴി നോക്കാം. നമ്മൾ ഇടത്തുനിന്നായിരുന്നോ വലത്തുനിന്നായിരുന്നോ വന്നേ? എവിടെ ജയിച്ചിട്ടില്ലായ പാലത്തിന്റെ ഇവിടെ നമ്മള് നമ്മള് മണ്ടയിലായിരുന്നു. അല്ലല്ലോ ഇതുവഴിയാ വന്നതാ, ഇങ്ങനെ വന്ന നമ്മള്. ആ ശരിയാ. അപ്പൊ ആദ്യത്തെ അണ്ണ അത് പട്ടിത്തിട്ടോ. മറ്റേ അതിന്റെ മണ്ടയിൽ അണ്ണ എടുത്ത് പറന്ന് ഓർമ്മ. ആ പറന്ന സമയത്താണോ പോയെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചു നോക്കൂ എവിടെ ഉണ്ടെന്ന്. അയ്യോ ബോഡിയാണല്ലോ ആള്. നമ്മളിതാ ഇവിടെയാണ് പറന്നത്. ഇത് കൺഫേം വഴി പോയതാണ് മള്ളി. ആണാ? ജീവൻ ഇല്ലാത്തത് കൊണ്ട് വിളിക്കാനും പറ്റൂലല്ലോ പുള്ളിക്ക്. അതാ പ്രശ്നം. ഇവിടെ ഉണ്ടോ നോക്ക്. കണ്ടോ ഡ്രോൺ വ്യൂ ആയില്ലേ ഇപ്പൊ? ഇല്ലല്ലോ ഇവിടെ ഒന്നും ഇല്ല. നമ്മുടെ ഈ ജമ്പ് എടുത്തില്ലല്ലോ. ഈ ജമ്പ് എടുത്താലും നമ്മള് എടുത്ത് രണ്ട് വണ്ടി ഒരുമിച്ചായിരുന്നു വന്നത്. നമ്മളിപ്പോ ബോഡി കൊണ്ടുവന്ന് ഈ ജമ്പ് എടുത്തായിരുന്നോ? ആ എടുത്തായിരുന്നു. ശവം ഇരിക്കുന്നോണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ആ നമ്മള് ജമ്പ് എടുത്താ വന്നത്. എടാ ബാബു നീ നാച്ചാൻ പോണ എവിടെ വെച്ചാണ് അവിടെ വെച്ചാണ് അർത്ഥം. അവൻ നീ മനസ്സ് നോക്കിയേ. ഞാൻ ഇല്ലായിരുന്നല്ലേ ഈ വണ്ടിയില്. എന്നാലും ചെയ്ത് കാണിക്കുമല്ലോ. നീ ചന്ദ്രനോട്ട് യാത്ര ചെയ്തിട്ടില്ലേ? ഏകദേശം അതുപോലെ ഒരു മണം. ഞാൻ അധികം സംസാരിക്കുന്നേ അവരുടെ പാടായി. ആ ഒരു സൈഡിൽ അവർ അങ്ങനെയാക്കി ഇരുന്നോട്ടെ. എനിക്ക് മണം പോയി. എന്താണ് ബാബു നിനക്ക്? മിണ്ടാതിരുന്നാലും പണ്ടും വിട്ടിയാലും പണ്ടും ബോഡി കാണാനില്ലേ? പതുക്കെ ചെയ്താ മതി.
ജഡ്ജ് അണ്ണാ അതൊക്കെ തപ്പിയാച്ചില്ല. പതുക്കെ സെർച്ച് ചെയ്താൽ മതി കിട്ടുമെന്ന്. ഞാൻ പതുക്കെ സെർച്ച് ചെയ്യാം. ഏതാ പതുക്കെ പോണേ. ഇവിടെ അണ്ണാ ഇവിടെ നമ്മള് വന്നിട്ടില്ല ഈ റൂട്ട്. പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് നമ്മൾ വന്നില്ല. മരിച്ച ആളല്ലേ. വാട്സപ്പ് ആൻഡ് എം അയച്ചിട്ടുണ്ട്. അക്കൗണ്ട് ലിങ്ക് ചേട്ടാ സ്റ്റീവ്. ഗൈസ് ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഒറ്റ സെക്കൻഡ്. പറയാൻ പറ്റില്ല. അത് വല്ലാത്തൊരു പ്രശ്നമുള്ള ആളാണിത്. ഇവിടോ പുറകില് ലെഫ്റ്റ് കണ്ടോ? PP ഹോൾഡ് ഈസ് ലിഫ്റ്റഡ്. കണ്ടില്ലേ? ലെഫ്റ്റ് കണ്ടില്ലേ? നേരെ സ്ട്രേറ്റ് കണ്ടില്ലേ? ഇതൊക്കെ എടാ തൽക്കാലം നമ്മള് മാത്രമേ അറിഞ്ഞാൽ മതി. നമുക്ക് അടുത്തുള്ളൊരു മോർച്ചറിയിൽ ഏൽപ്പിക്കാം. എയർപോർട്ടിൽ ഇട്ടിരുന്ന അകത്ത് നൽകാനുണ്ട്. ഇല്ലേ ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. ആരും ഉണ്ട്. 6 പേരും കൂടെ കേറാറുണ്ട് നമ്മള്. സൈഡിൽ കൂടെ ആശുപത്രി മാർക്ക് ചെയ്തവരായ നമ്മുടെ മണി ടോപ്പിന്റെ അടുത്ത ആശുപത്രി മാർക്ക് അങ്ങോട്ട് വാ. நம்ம கேங் ஹவுஸ் பக்கத்துல ஒரு ஷாப் இருக்குல்ல, ഷോപ്പിൽ വെക്കാനേ പുള്ളിയെ എന്ത് വെട്ടി വെക്കാനാ? അവിടെ ഒരു ഫ്രീസർ ഇருக்கு, അതുக்குள்ள போட்டு വെച്ചலாம். കോച്ച് പറയുന്നത് മള്ളി നമ്മുടെ ഡിസ്പ്ലേ ഫ്രീസർ നീ വിട്ടു വെക്കുന്നില്ല, അതാ പറയുന്നേ. അതെ അതെ കോച്ച് റെസ്പെക്ട്. കോച്ച് ഞങ്ങളുടെ കൂടെ നടന്ന മനസ്സിലായ ഇറച്ചിക്കടലിൽ വെക്കാൻ എനിക്ക് പറ്റൂല. இவன் வந்து ஏர்போர்ட்ல போட்டுட்டு போலான்னு சொன்னா அது ഇല്ല, എയർപോർട്ടിൽ നല്ല തണുപ്പുണ്ട്. ഗൈസ് ഇന്ന് കണ്ടിന്യൂ അല്ലെങ്കിൽ പറ്റത്തില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതുണ്ട്, നമുക്ക് വാറുണ്ട്. ഓൾറെഡി വൈകുന്നേരം സിറ്റുവേഷൻ ആയി ഡ്രോപ്പ് ആക്കിയാൽ നമുക്ക് PVP ബാങ്ക് കിട്ടും. മനസ്സിലായി? നമുക്ക് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറ്റത്തില്ല. രണ്ട് സൈഡിലും FRP ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ സിറ്റുവേഷനിൽ. നിങ്ങൾ നോക്കിയാൽ മതി വൈകുന്നേരത്തെ സിറ്റുവേഷനിൽ രണ്ട് ടീമിന്റെ സൈഡിൽ നിന്ന് റീ എൻട്രി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എണ്ണീറ്റിട്ട് വീണ്ടും സിറ്റുവേഷൻ ട്രിഗർ ആയതാ. അപ്പൊ ആദ്യം അടിച്ചവര് വീണ്ടും പിന്നെ അടിച്ച്. മനസ്സിലായ? ആദ്യം അടിച്ചവര് വീണ്ടും പിന്നെ അടിച്ച. നമ്മുടെ കൂട്ടത്തിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ നിന്നും റീ എൻട്രി FRP വന്നതുകൊണ്ട് അഡ്മിൻ സൈഡ് അവര് ഇന്ന് പറഞ്ഞാണ് ഇന്ന് പ്രീവാർ അല്ലെങ്കിൽ വാർ അടിച്ച് ഇത് സിറ്റുവേഷൻ തീർക്കണം. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല ഇന്നത്തെ ഈ സിറ്റുവേഷൻ. അപ്പൊ ഹോസ്പിറ്റലൊക്കെ ഭയങ്കര സെറ്റായി. ഹോസ്പിറ്റലോ? ഓ ഇതാണ് ഹോസ്പിറ്റല്. കണ്ടാ ഏതുവഴി കേറണേ? ഇപ്പുറത്തെ ഈ താഴത്തെ വെളിയത്തെ അഴിവില്ലടേ. ഐസ് വാരിട്ട് ഇങ്ങനെ ഹലോ അല്ല ഡോക്ടറെ ഡോക്ടർ ഒന്ന് വരണേ, ഒന്നിങ്ങോട്ട് വരണേ. പോലെ ബാബു പോലെ. ഡോക്ടർ ഉണ്ടോ? ഹലോ ഡോക്ടറെ സ്ട്രക്ചർ എടുത്തിട്ട് സ്ട്രക്ചർ ചെവി ആട്ടൂടെ? എല്ലാരെയും ആ വന്ന് അയ്യോ സുപ്പീറേ ഇങ്ങ് വരുമോ? എന്തത് എണ്ണ തുറന്നു വിടാൻ പറ. ഹലോ ഞാൻ പ്രാന്തനല്ല, എണ്ണ തുറന്നു വിട്. അകത്താരെ കുത്തി കെട്ടിയിട്ട് ചോക്കടിപ്പിക്കുന്ന അകത്ത്. അത് ഡെസ്ട്രോ ആണോ? ഹലോ അല്ലല്ലേ ഡോക്ടർ ഈ തോളത്ത് കിടക്കുന്നതാണ് പിത്തൽ ജി. ഞങ്ങളുടെ കുടുംബത്തിലൊരു മെമ്പർ ആയിരുന്നു. 3 മാസം മുമ്പ് പുള്ളി ഒരു 3 മാസം മുമ്പ് തായ്ലാൻഡിൽ വെച്ച് കടുവ അടിച്ച് മരിച്ചുപോയി. ഇപ്പോഴാണ് ബോഡി കിട്ടുന്നത്. അപ്പോ
ഞങ്ങള് നമ്മുടെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ ഒന്നും അറിയിച്ചിട്ടില്ല ഈ മരണത്തിന്റെ കാരണം നമുക്കാണെങ്കിൽ ഇന്ന് അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ ഈ ബോഡി ഒരു 24 hours ഇവിടുത്തെ മോർച്ചറിയിൽ ഒന്ന് വെക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? മോർച്ചറി ഫെസിലിറ്റി ഉണ്ട്. ചോദിച്ചിട്ട് ഞാനിപ്പം അവൈലബിൾ ഉണ്ടെങ്കിൽ പറയാം. ഡിസ്കൗണ്ട് അല്ല ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ആണെങ്കിൽ നാളെ ഒരെണ്ണം കൂടെ എത്തിക്കാം. ബാബു അല്ല കുഴപ്പമില്ല ഒന്ന് ചോദിച്ചിട്ട് പറയായോ ഒന്ന്. ഇപ്പം തന്നെ ചോദിച്ചിട്ട് പറയാം. എടാ PP ഹോൾഡ് മാറ്റിടാ, എല്ലായിടത്തും ഒന്ന് കേറാൻ പറഞ്ഞടാ ഒന്ന്. പറയടാ. അല്ല ഈ മൊത്തത്തില് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയില് ആദ്യമായിട്ടാണ് മോർച്ചറിലേക്ക് ഉപയോഗം വരുന്നത് ഈ സിറ്റിയിൽ. എന്ത് കേട്ട് സത്യം അല്ല, ഇവിടെ ഇഷ്ടം പോലെ ശവങ്ങൾ വരാറുണ്ട്. വരാറുണ്ടോ? പിന്നെ കാണുന്നുണ്ടല്ലോ. പിന്നെ ശ്രദ്ധിക്കാതെ പോയി. ഇഷ്ടം പോലെ ശവങ്ങൾ വരാറുണ്ട് ഇവിടെ. നമ്മളെ കൊണ്ടുവരണേ. നമ്മള് തന്നെ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത് നമ്മളല്ലേ. അതത്രല്ലോ വള്ളി. അപ്പൊ പിന്നെ ഇവിടെ ശവം വരായിരിക്കുവോ? ഗൈസ് MRC ഗ്യാങ് ഹൗസിൽ ഞാൻ പോവാം ഗൈസ്, ഉറപ്പായിട്ടും പോവാം. നമ്മൾ അങ്ങനത്തെ ഇതൊന്നും ഗ്രഡ്ജ് ഒന്നും കാണിക്കത്തില്ല ഗൈസ്. അതുകൊണ്ടല്ല, നമുക്കിന്ന് വൈകുന്നേരം ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ സിറ്റുവേഷൻ തീർത്തിട്ട് പോവാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്, മനസ്സിലായ? മുഖത്ത് ആ 2 വര മതി പിത്തൽ ചെയ്യാൻ. എടാ പക്ഷെ പുള്ളിയുടെ തോട്ടിരുന്ന പൂച്ച കിട്ടിയില്ല കേട്ടാ. പൂച്ച അങ്ങേർക്ക് ഒരുപാട് ഇങ്ങനെ അടക്കാൻ നിർത്തി ഇങ്ങനെ കിട്ടിയത് തന്നെ വലിയ കാര്യം, പിന്നല്ലേ പൂച്ചയെ. മുള്ളി പറയുമ്പോഴേ പുള്ളിയില് അടക്കിട്ട് പൂച്ച പുള്ളിയെ കിട്ടിയില്ലല്ലോ. ഇല്ല പുള്ളിയെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പൊ 2 പേരും അതാ പറയാൻ വേണ്ടിയായിരുന്നു മെസ്സേജ് അയച്ചേ. അവളുടെ ഫേവറേറ്റ്സ് ഉള്ളവരാണല്ലോ വാസു, സോ അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇട്ടത്. പിന്നെ പറയാൻ പാടില്ല എന്നാലും പറയുക, അവൾ കോണ്ടാക്ട് സേവ് ചെയ്തേക്കുന്ന കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി, സോ അതാണ്. എന്തായിരുന്നു എന്റെ നെയിം സേവ് ചെയ്തിരുന്നത്? കോഴി വണ്ണെന്ന് വല്ലതും ആണെന്ന് ഒന്ന് റിപ്ലൈ എല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിലുള്ള ആ വിഗ്രഹം വീണങ്ങ് ഉടയുമല്ലേ. കോഴി 1 കോഴി 2 നോക്കുമ്പോ ജോക്കി. അയ്യോ ഒന്നുമില്ല. എടാ മോർച്ചറി കൊണ്ടുപോയോ? ഹലോ സാർ, ഇത് മോർച്ചറി ആണോ? ഓ ഇത് സൂപ്പർ മാർക്കറ്റ്. എങ്ങിട്ട് കൊണ്ടുപോയി കൊണ്ടിട്ടോ? ഏൽപ്പിച്ചോ? മോർച്ചറിൽ ഏൽപ്പിച്ചോ? ഹലോ ആണോ? ഓക്കെ, ഇത്ര പെട്ടെന്ന് കേട്ടിയോ മോർച്ചറിയില്? ഡോക്ടർ எனக்கு பிராந்த் இல்ல. എടാ അവന് പ്രാന്ത്. எனக்கு பிராந்த் இல்ல விடு. ஹலோ കൂട്ടുകാർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാം പോയി. എനിക്ക് പ്രാന്ത് ഇല്ല, സത്യമായിട്ടില്ല. ഇത് വേറെ കേസാണ്. വാസു ലവ് ഈ ശവം കൊണ്ട് ഇട്ടില്ലേ? ഹലോ അയ്യോ പിന്നെ മുള്ളി നമ്മുടെ മോർച്ചറിയിലേക്ക് ഇപ്പുറത്തായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, മെഡിക്കൽ റൂം. അതിന്റെ ടേബിളിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്ത് പരിപാടിയാണ് കാണിച്ചേ? നാളെ എടുക്കാൻ മുള്ളി, നല്ല തലപ്പുണ്ട്. ഇന്നത് ഇനി അതിന് പൈസ അടച്ചിട്ട് അടയ്ക്കുന്ന നാളെ എനിക്കത് എവിടെ വെച്ചിരിക്കും, നാളെ വന്ന് എടുക്കാം. എന്തൊക്കെ തരം ആൾക്കാരിത്. ഒറ്റ സെക്കൻഡ് ചെയ്താവട്ടെ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു. നാളെ ഇവൻ വന്നില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പുഴുത്ത് അളിഞ്ഞ് നിന്നെ നീ ഇപ്പൊ ഒരു കൊലപാതകത്തിനാണ് നീ കൂട്ടുന്നത്, മനസ്സിലായോ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ പറഞ്ഞ മണ്ടത്തരമൊക്കെ ചെയ്യാൻ? അത് അവൻ പറഞ്ഞ അവിടെ പൈസ കൊടുത്തിട്ട് എരിയില്ലായിരുന്നു, അതുകൊണ്ട് കൊണ്ട് കയറ്റിയതാ.
അത് പീടിക്കിട്ട് പറയാൻ ഓക്കെ இல்லைன்னா കേസാക്കും. ദൃശ്യം 5 ആണ്. സത്യം വൈര്. മെസ്സേജ് ഞാൻ വായിക്കാം അവിടെ ചെന്നിട്ട് വായിക്കാം. എടാ അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നോടാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നോ TBS അടുത്ത്? പുഷിങ് ഇറ്റ് ടുഗദർ ബ്രോ. ഒരു ദിവസം അവൻ വന്നെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അവൻ വരത്തില്ല ബ്രോ. കാര്യം പറഞ്ഞില്ല, ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. 11:25 ആ ഓക്കെ. എല്ലാരും വണ്ടി എടുത്ത് വെളിയിൽ വണ്ടി എടുത്ത് ഇറങ്ങിക്കോ. 10 minutes இருக்கு. 10 മിനിറ്റോളം ഇറങ്ങിക്കോ. ആ ഞാൻ ഇപ്പൊ പറയാം. ആരോട്ടാ സെറ്റ്